Dear students, today we start our third module. These are the contents in the third module: trees, properties, pendant vertex, distance and centers, rooted and binary tree, counting tree, spanning tree. ഇപ്പം ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻലി ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസ്, ഐസോമോർഫിസം, അതുപോലെ തന്നെ വാക്ക് പാത്ത് ആൻഡ് സർക്യൂട്ട്. ഐസോമോർഫിസവും വാക്ക് പാത്ത് ആൻഡ് സർക്യൂട്ടും ആയിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും മെയിൻ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ മാർക്ക് മെയിൻലി ചോദിക്കുന്ന ടോപ്പിക്സ്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂൾ വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്കറിയാം യൂലർ ഗ്രാഫും ഹാമിൽട്ടോണിയൻ, ഡയറാക്സ് തിയറം, ഡൈഗ്രാഫ്സ്, ഇതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻറ്റ്. തേർഡ് മൊഡ്യൂളിൽ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ട്രീ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം, ട്രീസ് ആൻഡ് ഇസ് പ്രോപ്പർട്ടീസ്, ദെൻ സ്പാനിങ് ട്രീ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നമ്മൾ നേരത്തെ പഠിച്ച പോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. സോ വാട്ട് ഈസ് എ ട്രീ? എ ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് എനി സർക്യൂട്ട്സ്. ഇതിലെ ഓരോ പോയിൻറ്റ്സും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, എങ്കിൽ മാത്രമേ ഇത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ട്രീ എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. എന്താ കണക്റ്റഡ് ഗ്രാഫ്? ഒരു ഗ്രാഫിലെ ഒരു വേർട്ടെക്സിൽ നിന്ന് ബാക്കി ഏത് വേർട്ടെക്സിലേക്കും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പാത്ത് വഴി, ഇഫ് ദർ ഈസ് എ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വേർട്ടെക്സ്, നമ്മൾ അതിനെയാണെന്ന് പറയുന്നത് കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രീ എന്ന് പറഞ്ഞ ഒരു കണക്റ്റഡ് ഗ്രാഫും ആയിരിക്കണം വിത്തൗട്ട് എനി സർക്യൂട്ട്സ്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എ ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് എനി സർക്യൂട്ട്. സർക്യൂട്ട്സ് ഇല്ലാത്ത കണക്റ്റഡ് ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എ ട്രീ ഹാസ് ടു ബി എ സിമ്പിൾ ഗ്രാഫ്, എ സെൽഫ് ലൂപ്പ് ആൻഡ് പാരലൽ എഡ്ജസ് ഫോം സർക്യൂട്ട്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സർക്യൂട്ട്സ് ഇല്ലാത്ത കണക്റ്റഡ് ഗ്രാഫിനെയാണ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ സർക്യൂട്ട്സ് ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ട്രീ ഒരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. കാരണം സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും എന്ത് ക്രിയേറ്റ് ചെയ്യാൻ ഇടയാവും? സർക്യൂട്ട്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഇതൊരു വെർട്ടെക്സ് വരച്ചു, സെൽഫ് ലൂപ്പ് വരച്ചു. പാരലൽ എഡ്ജസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഇത് രണ്ടും എന്താണ്? സർക്യൂട്ട്സ് ആണ്. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ്ഡ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതും ക്ലോസ്ഡ് ആണ്, ഇതും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഒരിക്കലും സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും എന്താണ് ഒരു ട്രീയിൽ വരാൻ പാടില്ല. കാരണം അത് രണ്ടും സർക്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്, അല്ലേ? സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ട്രീയിൽ എന്ത് വരാൻ പാടില്ല? സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും വരാൻ പാടില്ല. ട്രീ എപ്പോഴും എന്തായിരിക്കണം? സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. എ സിംഗിൾ വേർട്ടെക്സ് ക്യാൻ ഓൾസോ ബി കൺസിഡർഡ് ആസ് എ ട്രീ. ഒരു സിംഗിൾ വേർട്ടെക്സ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് എടുക്കാം? ട്രീ ആയിട്ട് എടുക്കാം. അപ്പോൾ നോക്കിക്കേ, എ ട്രീ വിത്ത് വൺ വേർട്ടെക്സ്, കണ്ടോ? വൺ വേർട്ടെക്സ് ഉള്ള ട്രീ ആണ് ഈ വരച്ചേക്കുന്നത്. ടു വെർട്ടെക്സ് ഉള്ള ഒരു ട്രീ ആണ് ഈ വരച്ചേക്കുന്നത്, കണ്ടോ? ഇതിനകത്ത് സെൽഫ് ലൂപ്പില്ല, പാരലൽ എഡ്ജസ് ഇല്ല, സർക്യൂട്ടും ഇല്ല. 3 വെർട്ടെക്സ് ഉള്ള ഒരെണ്ണമാണ് ഈ വരച്ചേക്കുന്നത്, മൂന്നാമത് വരച്ചേക്കുന്നത്. 3 വെർട്ടെക്സ് വരുന്ന ഇവിടെ വരച്ചേക്കുന്നുണ്ട് ഇങ്ങനെ. 3 വെർട്ടെക്സ് ട്രീ. ഇവിടെ സെൽഫ് ലൂപ്പില്ല, പാരലൽ എഡ്ജസ് ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓർക്കുക, ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് എനി സർക്യൂട്ട്സ്. അതൊരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. പിന്നെ ഒരു സിംഗിൾ വേർട്ടെക്സിനെ നമുക്കൊരു ട്രീ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ട്രീസ് ക്യാൻ ബി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ആൻഡ് മാനിപ്പുലേറ്റ് റിയൽ ലൈഫ് ഇൻസ്റ്റൻസസ് ലൈക്ക് genealogy of a family, a river with its tributaries and sub-tributaries, sorting of mail according to zip code. ഓക്കെ, അപ്പോൾ ട്രീസിൻ്റെ ഒരു റിയൽ ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ് പറയുകയാണ്. ഒന്ന്, ഒരു ഫാമിലിയുടെ എന്താ പറയുക, ഹൈറാർക്കി അല്ലെങ്കിൽ ജിനോളജി. ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ പറയാറില്ലേ, ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, അത് കഴിഞ്ഞാൽ നമ്മുടെ ഫാദർ, മദർ, പിന്നെ അത് കഴിഞ്ഞാൽ സണ്ണ്, ഡോട്ടർ, അങ്ങനെ ഗ്രാൻഡ് സൺ, അങ്ങനെയൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതൊക്കെ ഒരു ട്രീ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റിവർ, ഇപ്പോൾ ഒരു മെയിൻ റിവർ, അതിന് കുറേ ട്രിബ്യൂട്ടറീസ്, അതിന് കുറേ സബ് ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ട്രീ ആയിട്ട് വരയ്ക്കുന്ന ഏത് റിയൽ ലൈഫ് ഇൻസ്റ്റൻസുമാണ് നമുക്കിവിടെ പറയാവുന്നത്. അതുപോലെ തന്നെ സോർട്ടിങ് ഓഫ് മെയിൽ. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്തെ മെയിൻ പോസ്റ്റ് ഓഫീസിലേക്ക് കുറേ ലെറ്റേഴ്സ് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അത് പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെ കുറേ സബ് പോസ്റ്റ് ഓഫീസിലേക്ക് സോർട്ട് ചെയ്യും, അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളിലോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിയൽ ലൈഫ് ഇൻസ്റ്റൻസസ് ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുന്നത്, ട്രീസിൻ്റെ റിയൽ ലൈഫിലുള്ള ഇൻസ്റ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് മിനിമലി കണക്റ്റഡ്. ഇതൊക്കെ കുറച്ച് പോയിൻറ്റ്സ് ആണ്. നമ്മളിനി ഇതൊക്കെ എന്തിനാണ് പറയുന്നത് വെച്ചാൽ, ട്രീയുടെ പല പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഈ വേർഡൊക്കെ വേണ്ടി വരും. എന്താണ് മിനിമലി കണക്റ്റഡ്? A graph G is said to be minimally connected if removal of any one edge from G leaves it disconnected.
ഒരു ഗ്രാഫിനെ മിനിമലി കണക്റ്റഡ് എന്ന് പറയണമെങ്കിൽ ആ ഗ്രാഫിലെ ഏതെങ്കിലും ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്താൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി പോകണം. ഒരു ഗ്രാഫ് എപ്പോഴാണ് മിനിമലി കണക്റ്റഡ് എന്ന് പറയുന്നത്? അതിൽ ഏതെങ്കിലും ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ആ ഗ്രാഫ് എന്തായി പോകും? ഡിസ്കണക്റ്റഡ് ആയി പോകും. ഓക്കെ, മിനിമലി കണക്റ്റഡ് മീൻസ് എന്താണ്? A graph G is said to be minimally connected if removal of any one edge from G. ഒരു ഗ്രാഫിൽ നിന്ന് ഏതെങ്കിലും ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. അത്തരത്തിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ മിനിമലി കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ മിനിമലി കണക്റ്റഡ് എന്നുള്ളൊരു വേർഡ് പറയും. അപ്പോൾ നമ്മൾ ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രീസ്. എ ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് ആൻഡ് സർക്യൂട്ട്ലെസ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ട്രീ എന്ന് പറഞ്ഞാൽ അത് കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കണം, അതിന് സർക്യൂട്ട് വരാൻ പാടില്ല. ഇപ്പോഴേ തന്നെ പഠിച്ചു വയ്ക്കണം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? എ ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് ആൻഡ് സർക്യൂട്ട്ലെസ്. രണ്ട്, ദർ ഈസ് എക്സാക്ട്ലി വൺ പാത്ത് ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വേർഡ്സ് ഇൻ എ ട്രീ. ഒരു ട്രീയിലെ എല്ലാ വേർട്ടെക്സിൻ്റെ ഇടയ്ക്ക് എന്ത് കാണും? എക്സാക്ട്ലി വൺ പാത്ത് എന്തായാലും കാണും. ദർ ഈസ് അറ്റ്ലീസ്റ്റ് അല്ല, ദർ ഈസ് എക്സാക്ട്ലി വൺ പാത്ത് ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വേർഡ്സ് ഇൻ എ ട്രീ. ഒരു ട്രീയിലെ എല്ലാ വേർഡ്സിൻ്റെ ഇടയ്ക്ക് എക്സാക്ട്ലി വൺ പാത്ത് ഉണ്ടായിരിക്കും. എ ട്രീ വിത്ത് n vertices n-1 എഡ്ജസ്. n വെർട്ടെക്സ് ഉള്ള ട്രീയിൽ n-1 എഡ്ജസ് ഉണ്ടായിരിക്കും. ഒരു ട്രീ എപ്പോഴും ഒരു മിനിമലി കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. ഒരു ട്രീയിൽ അറ്റ്ലീസ്റ്റ് 2 പെൻഡൻറ്റ് വേർട്ടെക്സ് എങ്കിലും ഉണ്ടായിരിക്കും. എ ട്രീ ക്യാൻ ഹാവ് ഓൺലി 1 or 2 സെൻറ്റേഴ്സ്. ഒരു ട്രീക്ക് 1 അല്ലെങ്കിൽ 2 സെൻറ്റേഴ്സ് ഉണ്ടാവും. ഈ 1 or 2 സെൻറ്റേഴ്സൊക്കെ നമ്മൾ സെൻറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ട് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന ഒരു പ്രോപ്പർട്ടി ഏതാ? എ ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് ആൻഡ് ഹാവ് സർക്യൂട്ട്. അല്ലേ, ട്രീ എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റഡ് ഗ്രാഫാണ്, അതിന് സർക്യൂട്ട് വരാൻ പാടില്ല. ഇനി എന്താ പറഞ്ഞത്? ദർ ഇസ് എക്സാക്ട്ലി വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വേർട്ട്സ് ട്രീ. ഒരു ട്രീയിലെ ഏതൊരു വെർട്ടെക്സ് പെയർ എടുത്താലും എക്സാക്ട്ലി വൺ പാത്ത് എന്തായാലും കാണും. n വെർട്ടെക്സ് ഉള്ള ഒരു ട്രീയിൽ n-1 എഡ്ജസ് കാണും. നിങ്ങൾ കണ്ട് ഇത് നോക്കിയേ, ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്കറിയാം ഇവിടെ 1 വെർട്ടെക്സ് ഉള്ളപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്? 1. എത്ര എഡ്ജസ് ഉണ്ട്? n-1 0 എഡ്ജ്. ഇവിടെ 0 എഡ്ജ് അല്ലേ. ഇവിടെ നോക്കിക്കേ, വീണ്ടും n is equal to 2. അപ്പോൾ എഡ്ജസ് എത്രയാണ്? n-1 2-1 കണ്ടോ, 1 എഡ്ജ്. ഇവിടെ n3 ആയപ്പോൾ എത്ര എഡ്ജ് വന്നു? 2 എഡ്ജ് വന്നു. അപ്പോൾ n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ടാവും? n-1 എഡ്ജസ് ഉണ്ടാവും. ഒരു ട്രീ എപ്പോഴും മിനിമലി കണക്റ്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? അതാണ്ട് മിനിമലി കണക്റ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഗ്രാഫിൽ ഏതെങ്കിലും ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്താൽ അത് ഡിസ്കണക്റ്റഡ് ആവും. ഫോർ എക്സാമ്പിൾ അതാണ്ട് ഇപ്പോൾ ഇതൊരു ട്രീ ആണ്, ഇതൊരു വെർട്ടെക്സ്, ഇതൊരു വെർട്ടെക്സ്, ഇതൊരു വെർട്ടെക്സ്. ഞാൻ ഈ ഒരു എഡ്ജ് അങ്ങ് റിമൂവ് ചെയ്തു. അപ്പോൾ ഗ്രാഫ് എങ്ങനെ ആവും? ഇവിടെ ഒരു വെർട്ടെക്സ് തന്നെ ഇങ്ങനെ ഡിസ്കണക്റ്റഡ് ആയില്ല. അപ്പോൾ ട്രീയിൽ ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്തത് ഡിസ്കണക്റ്റഡ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? മിനിമലി കണക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രീ എന്തായിരിക്കും? എപ്പോഴും മിനിമലി കണക്റ്റഡ് ആയിരിക്കും. എ ട്രീ വിൽ ഹാവ് അറ്റ്ലീസ്റ്റ് 2 പെൻഡൻറ്റ് വെർട്ടെക്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ്ടേ, ഞാൻ ഇങ്ങനെ പടം വരച്ചു, അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെയും കൊണ്ടിരുന്നോട്ടെ. ഇപ്പം ട്രീ ആണല്ലോ, സർക്യൂട്ടും പാരലൽ എഡ്ജസും ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ എത്ര പെൻഡൻറ്റ് വെർട്ടെക്സ് ഉണ്ട്? ഇതിന് ഡിഗ്രി 2 ആണ്, ഇതിന് ഡിഗ്രി 2 ആണ്, ഇതിന് ഡിഗ്രി ഉണ്ടോ? 2 പെൻഡൻറ്റ് വെർട്ടെക്സ്. അപ്പോൾ എപ്പോഴും അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വരച്ചാലും കണ്ടോ 2 പെൻഡൻറ്റ് വെർട്ടെക്സ്. ഇതിന് ഡിഗ്രി 2, ഇതിന് ഡിഗ്രി 1 ഇത് രണ്ടും എന്താണ്? പെൻഡൻറ്റ് വെർട്ടെക്സ് ആണ്. അപ്പം ഒരു ട്രീയിൽ ഏറ്റവും കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് എത്ര പെൻഡൻറ്റ് വെർട്ടെക്സ് കാണും? 2 പെൻഡൻറ്റ് വെർട്ടെക്സ് എങ്കിലും കാണും. ഓക്കെ, ട്രീ ക്യാൻ ഹാവ് 1 or 2 സെൻറ്റേഴ്സ്. അതിന് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ എല്ലാം പ്രൂഫ് പഠിക്കണം. ഈ 6 എണ്ണത്തിൻ്റെയും പ്രൂഫ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ വെച്ചങ്ങ് ചെയ്യുക. പിന്നെ നമ്മുടെ ഡയഗ്രാം വെച്ച് ഗ്രാഫ് വരച്ച് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, ഈ 6 എണ്ണം ബൈ ഹേർട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എ ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് ആൻഡ് സർക്യൂട്ട്ലെസ്. ദർ ഈസ് എക്സാക്ട്ലി വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടെക്സ് ഇൻ എ ട്രീ. എ ട്രീ വിത്ത് n vertex has n-1 edges. A tree is a minimally connected graph. A tree have at least 2 pendant vertex. A tree can have 1 or 2 centers. ഇതാണ് നമ്മളിനി പ്രൂഫായിട്ട്, അതാണ് ഫസ്റ്റ് ടോപ്പിക്, പ്രോപ്പർട്ടീസ് ഓഫ് ട്രീസിൽ നമ്മളിതാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിയറം നോക്കാം.
അപ്പോൾ ഗ്രാഫ് തിയറം നിങ്ങൾ ഇത് തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യും, നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രാഫ് വഴിയും അല്ലാതെയൊക്കെ പ്രൂവ് ചെയ്യാം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് അത് ഗ്രാഫ് വഴിയോ അല്ലാതെയോ പ്രൂവ് ചെയ്യണം. അല്ലാതെ ചിലപ്പോൾ ഇതൊന്നും അല്ലാതൊരു തിയറം ചോദിക്കും. അപ്പോൾ പക്ഷേ നിങ്ങൾ അറിയാവുന്ന കോൺസെപ്റ്റൊക്കെ എന്തും നിങ്ങൾ അറിയാവുന്നതേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിയറം എന്തായിരുന്നു? there is one and only one path between every pair of vertex in a tree. നമ്മൾ എന്തായിരുന്നു ഫസ്റ്റ് തിയറം? ഒരു ട്രീയിൽ എവരി പെയർ ഓഫ് വേർട്ടെക്സിൻ്റെ ഇടയ്ക്ക് ഒരേ ഒരു പാത്തേ കാണത്തുള്ളെന്ന്. അപ്പോൾ നമ്മൾ പ്രൂഫ് പറയാണ്. സിൻസ് ടി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. അവർ പറയുന്നുണ്ട് ടി എന്താണ്? ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. അപ്പോൾ നമുക്കറിയാം ട്രീ ഈസ് എ സിൻസ് ട്രീ ഈസ് എ ടി എന്ന് വെച്ചാൽ ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് ദെയർ മസ്റ്റ് എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടെക്സ്. അപ്പോൾ നമുക്കറിയാം കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ കണക്റ്റഡ് ഗ്രാഫിൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? എവരി പെയർ ഓഫ് വെർട്ടെക്സിൻ്റെ ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും കാണും. അപ്പോൾ നമ്മൾ രണ്ട് വെർട്ടെക്സ് എടുക്കുന്നു, വി ഐ വി ജെ എന്ന് രണ്ട് വെർട്ടെക്സ് എടുക്കുന്നു. എന്നിട്ട് രണ്ട് പാത്ത് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ രണ്ട് പാത്തിൻ്റെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? സർക്യൂട്ട് കിട്ടും. പക്ഷേ ടി എന്താണ്? ഒരു ട്രീ ആണ്. അവിടെ എന്ത് വരാൻ പാടില്ല? സർക്യൂട്ട് വരാൻ പാടില്ല. അപ്പോൾ രണ്ട് ഡിസ്റ്റൻറ്റ് പാത്ത് വരാൻ പാടുണ്ടോ? ഇല്ല. അപ്പം ഒരെണ്ണേ വരാവൂ. ഇപ്പോൾ ട്രീ ആയതുകൊണ്ട് ഒരെണ്ണേ വരുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ തിരിച്ചു മറിച്ചുമാണ് ഈ എല്ലാ പ്രൂഫിലും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തിയറം എന്തായിരുന്നു? ദർ ഈസ് വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടെക്സ് ഇൻ എ ട്രീ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പറയുന്നു ടി എന്ന് പറഞ്ഞാൽ ട്രീ എന്ന് പറഞ്ഞൊരു കണക്റ്റഡ് ഗ്രാഫാണ്. കണക്റ്റഡ് ഗ്രാഫിൽ എവരി പെയർ ഓഫ് വെർട്ടെക്സ് അറ്റ്ലീസ്റ്റ് വൺ എഡ്ജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സപ്പോസ് ഇവിടെ രണ്ട് വെർട്ടെക്സ് എടുക്കുന്നു, വി ഐ വി ജെ. എന്നിട്ട് നമ്മൾ പറയുകയാണ് രണ്ട് പാത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. രണ്ട് പാത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ അവിടെ സർക്യൂട്ട് വരും. പക്ഷേ ട്രീയിൽ സർക്യൂട്ട് വരാൻ പാടില്ല. സർക്യൂട്ടിൽ എന്താണ്? സർക്യൂട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രണ്ട് എഡ്ജ് വരില്ല, ഒരു എഡ്ജ് അല്ലെങ്കിൽ ഒരു പാത്തേ കാണുള്ളൂ. ഓക്കെ, ഇനി തിരിച്ച് പറയുവാണ്. ഇപ്പോൾ നമ്മളെന്താ പറഞ്ഞേ? ഇൻ എ ട്രീ ദർ ഈസ് ഇപ്പോൾ നമ്മൾ ദർ ഈസ് വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടെക്സ് ഇൻ എ ട്രീ എന്നല്ലേ ഇപ്പോൾ പഠിച്ചേ. ഇനി അടുത്ത പറയാൻ തിരിച്ച് പറയുന്നു. ഒരു ഗ്രാഫിൽ വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടെക്സ് ആണെങ്കിൽ അതൊരു ട്രീ ആയിരിക്കും. തിരിച്ച് പറയുവാണ്. അപ്പം ഇഫ് in a graph G there is one and only one path between every pair of vertex then G is a tree. ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും രണ്ട് വെർട്ടെക്സ് തമ്മിൽ ഒരേ ഒരു പാത്തേ ഉള്ളൂ എങ്കിൽ തീർച്ചയായും ആ ഗ്രാഫ് ഒരു ട്രീ ആയിരിക്കും. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? സിൻസ് there is at least one path between every pair of vertex നമുക്ക് പറയാം എന്താണ്? അറ്റ്ലീസ്റ്റ് ഒരു പാത്തേ ഉള്ളെങ്കിൽ നമുക്ക് കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം. എക്സാക്ട്ലി വൺ പാത്ത് ആകുമ്പോഴാണ് ട്രീ. നിങ്ങൾ ഓർത്തോണം, എക്സാക്ട്ലി വൺ പാത്താണെങ്കിൽ ട്രീ എന്ന കോൺസെപ്റ്റിലോട്ട് പോകും. അറ്റ്ലീസ്റ്റ് വൺ പാത്താണെങ്കിൽ എന്തായിരിക്കും? കണക്റ്റഡ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണേ. ഓക്കെ, ഓർത്തോണോ അതെ. അപ്പോൾ സിൻസ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ പാത്താണെങ്കിൽ എന്തായിരിക്കും? തീർച്ചയായും ആ ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കും. നൗ ഇഫ് ദ ഗ്രാഫ് ഹാസ് എ സർക്യൂട്ട്, ഇനി സർക്യൂട്ട് ഉണ്ട് എങ്കിൽ എന്തുണ്ടാവും? രണ്ട് വെർട്ടെക്സ് വി ഐ വി ജെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും രണ്ട് ഡിസ്റ്റൻറ്റ് പാത്ത് ഉണ്ടായിരിക്കും. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു സർക്യൂട്ട് അല്ലേ. അപ്പോൾ രണ്ട് വെർട്ടെക്സ് പെയറിന് ആ രണ്ട് എഡ്ജസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ രണ്ട് പാത്ത് ഉണ്ടാവും. പക്ഷേ ബട്ട് സിൻസ് അവരെന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ എ ഗ്രാഫ് ഇഫ് ഇൻ എ ഗ്രാഫ് ദർ ഈസ് വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടെക്സ് ദെൻ ജി ഈസ് എ ട്രീ. അപ്പോൾ ഇവിടെ ഒരു പറയുന്നുണ്ട് വൺ പാത്തേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ജിയിൽ എന്ത് വരത്തില്ല? സർക്യൂട്ട് വരത്തില്ല. ഒരു പാത്തേ ഉള്ളെങ്കിൽ സർക്യൂട്ട് വരുമോ? നമ്മൾ പറഞ്ഞു ഇങ്ങനെ വരണം. സർക്യൂട്ട് വരണമെങ്കിൽ ഇങ്ങനെ വരണം, ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വരണം. ഒരു പാത്തേ ഉള്ളെങ്കിൽ സർക്യൂട്ട് വരത്തില്ല. സർക്യൂട്ട് വരാത്തത് കൊണ്ടും കണക്റ്റഡ് ആയതുകൊണ്ടും എന്ത് തന്നെയായിരിക്കും? ട്രീ ആയിരിക്കും. ഇത്രയും മാത്രം നിങ്ങൾ ഓർക്കുക. ട്രീ കണക്റ്റഡ് ആയിരിക്കും, ട്രീയിൽ സർക്യൂട്ട് കാണത്തില്ല. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ പാത്തിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മതി. ഇത് വെച്ചങ്ങ് ഇതെല്ലാം ഓരോ സെൻറ്റൻസ് തിരിച്ചും മറിച്ചുമാണ് ഇതിൻ്റെ പ്രൂഫ് എല്ലാം പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളെന്താ പറഞ്ഞത്? ഒരു ട്രീയിൽ രണ്ട് വെർട്ടെക്സിൻ്റെ ഇടയ്ക്ക് എക്സാക്ട്ലി വൺ പാത്തേ കാണത്തുള്ളൂ. അടുത്ത തീരം എന്താ പറഞ്ഞത്? ഒരു ഗ്രാഫിൽ രണ്ട് വെർട്ടെക്സിൻ്റെ ഇടയ്ക്ക് ഒരു പാത്തേ ഉള്ളൂ എങ്കിൽ, എക്സാക്ട്ലി വൺ പാത്തേ ഉള്ളെങ്കിൽ തീർച്ചയായും അതൊരു ട്രീ ആയിരിക്കും. തിരിച്ചു മറിച്ചുള്ള രണ്ട് പ്രൂഫാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്ന തിയറം എ ട്രീ വിത്ത് n വെർട്ടെക്സ് ആസ് n-1 എഡ്ജ്. n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ n-1 എഡ്ജ്. ഫോർ എക്സാമ്പിൾ ആദ്യം നമ്മൾ ഇത് ഗ്രാഫ് വരച്ച് കാണിച്ചേക്കാണ്. 1 വെർട്ടെക്സ് എടുത്തു, അതായത് എന്നിൻ്റെ വാല്യൂ 1.
അപ്പം എത്ര എഡ്ജസാണ് n-1 n-1 എൻ്റെ വാല്യൂ എന്താ 1 1 കണ്ടോ 0. ഇവിടെ 0 എഡ്ജസ് അല്ലേ, ഇവിടെ 0 എഡ്ജസ് അല്ലേ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് n = 2 നോക്കാം. n = 2 2 വെർട്ടെക്സ് v1ഉം v2ഉം. അപ്പോൾ എത്ര എഡ്ജസ് അതിലായിരിക്കും n-1 2 - 1 എത്ര വരും 1 കണ്ടോ 1 എഡ്ജ്. ദെൻ അഗെയിൻ ഈ ഗ്രാഫ് ഇവിടെ വെർട്ടെക്സിൻ്റെ എണ്ണം എത്ര n = 3. എഡ്ജസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് n-1 ദാറ്റ് ഈസ് 3 - 1 2 കണ്ടോ 2 എഡ്ജസ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രാഫ് വഴി നമ്മൾ ജസ്റ്റ് കാണിച്ചേക്കാണ്. ഇനി ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, കൺസിഡർ എ ട്രീ വിത്ത് n വെർട്ടെക്സ്. n വെർട്ടെക്സ് ഉള്ള ഒരു ട്രീ എടുക്കുന്നു. നമുക്ക് താണ്ട് n വെർട്ടെക്സ് ഉള്ള ട്രീ താണ്ട് n എടുക്കുന്നു. ഇതിൻ്റെ വാല്യൂ 2 ആണേ ഉള്ളൂ. ഓക്കെ, n വെർട്ടെക്സ് ഉള്ള ഒരു ട്രീ എടുക്കുന്നു. ഇനി ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്നു vi, vj, vk എന്ന് എന്തെങ്കിലും കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് വരയ്ക്കാം. vi, vj, vk. ഓക്കെ, സപ്പോസ് ഒരു ട്രീ കൺസിഡർ ചെയ്യുന്നു വിത്ത് n വെർട്ടെക്സ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ് 3 ആണ്. ഇവിടുത്തെ എഡ്ജാണ് ek എന്ന് വെച്ചോ. റിമൂവ് ആൻ എഡ്ജ് ek ഫ്രം ദ ട്രീ. ലെറ്റ് vi and vj ബി ദ n വെർട്ടെക്സ് ഓഫ് vk. ഇപ്പോൾ ഈ ek എന്ന് പറയുന്ന എഡ്ജ് നമ്മളങ്ങ് റിമൂവ് ചെയ്യാൻ പോവാണ്. ഈ ekയുടെ n വെർട്ടെക്സ് ആണ് viയും vjയും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അങ്ങനെയാണ് ഈ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് 2 ആയി പോവില്ലേ? എങ്ങനെയാവും? ഈ എഡ്ജ് അങ്ങ് പോയി കഴിഞ്ഞാൽ എങ്ങനെയാവും? ഇവിടെ ഒരു വെർട്ടെക്സ് മാത്രമാവും. ഇത് ഇങ്ങനെ ഒരു എഡ്ജ് ആവും. ഇത് vi, ഇത് vj, ഇത് vk. ഇങ്ങനെ ആവത്തില്ലേ? അപ്പം നമുക്ക് എത്ര കമ്പോണൻസ് ആയി, എത്ര ഡിസ്കണക്റ്റഡ് ഗ്രാഫായി? 2 ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കിട്ടി. ഇതിനെ നമ്മൾ T1 എന്ന് കൊടുക്കുന്നു, ഇതിനെ നമ്മൾ T2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതായത് ഇങ്ങനെ ഇരുന്ന ഗ്രാഫിനകത്ത് ഈ എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെർട്ടെക്സും ഇങ്ങനെയും കിട്ടി. ഇതിനെ നമ്മൾ vi എന്നും ഇതിനെ vj, vk എന്നും കൊടുത്തു. ഓക്കെ, ഇതിന് നമുക്ക് ഇത് T1 എന്നും ഇതിന് T2 എന്നും പേര് കൊടുത്തു. അപ്പോൾ T1 ലെറ്റ് ദ കമ്പോണൻറ്റ് T1 കണ്ടെയ്ൻ, ഇതിനകത്ത് n വെർട്ടെക്സ് ഉണ്ട് എങ്കിൽ എത്ര എഡ്ജസ് ഉണ്ടാവും? n-1. ഇവിടുത്തെ കേസിൽ n വെർട്ടെക്സ് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ഇവിടെ എത്ര എഡ്ജസ് ഉണ്ടാവും? നമുക്കറിയാം n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ടാവും? n-1. അപ്പോൾ ഇവിടെ T1നകത്ത് n1 - 1, ഇതിനകത്തോ n2 - 1 അല്ലേ? കാര്യം മൊത്തത്തിൽ ഇങ്ങനെ നിന്ന ഗ്രാഫായിരുന്നു. ഒരെണ്ണം പോയപ്പോൾ ഇത് ഒറ്റ ഒരെണ്ണമായിട്ട് മാറി ഇവിടെ ഇങ്ങനെയായി. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ n ഉണ്ടായിരുന്നെങ്കിൽ n-1, ഇവിടെ n2 ഉണ്ടായിരുന്നെങ്കിൽ n2 - 1. എല്ലാത്തിൽ നിന്നും ഒരു എഡ്ജ് കുറഞ്ഞില്ലേ? ഓക്കെ, എല്ലാത്തിൽ നിന്നും ഓരോ എഡ്ജ് കുറഞ്ഞു. അപ്പോൾ T1 കമ്പോണിനകത്ത് n1 - 1ഉം T2 കമ്പോണിനകത്ത് n2 - 1ഉം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടെക്സ് n എന്ന് വെച്ചാൽ എന്താ? n1 + n2 അല്ലേ? അതായത് ഇതായിരുന്നു ഗ്രാഫ്. നമ്മൾ ഈ ഒരു ek എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ് കളഞ്ഞപ്പോൾ ഈ ഒരു വെർട്ടെക്സ് viയും പിന്നെ ഇത് vj, vk ഇങ്ങനെ ആയിട്ട് മാറി. അതായത് ഇവിടെ n വെർട്ടെക്സ് ഉണ്ടായിരുന്നെങ്കിൽ n1 വെർട്ടെക്സ് ഉണ്ടായിരുന്നെങ്കിൽ n1 - 1 എഡ്ജസും കിട്ടി. ഇവിടെ n2 വെർട്ടെക്സ് ഉണ്ടായിരുന്നുവെങ്കിൽ n2 - 1 എഡ്ജസും കിട്ടി അല്ലേ? ഓക്കെ, ഇനി ഇതും എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന വെർട്ടെക്സ് എത്രയാണ്? 1 2 3 തന്നെയല്ലേ? 1 2 3 1 2 3 തന്നെയല്ലേ? അപ്പോൾ നമുക്കറിയാം n1 + n2 എന്ന് പറഞ്ഞാൽ എന്താണ്? n ആണ്. n1ൻ്റെ വാല്യൂ എന്ത് കിട്ടി? n1 - 1 + n2 - 1. പിന്നെ നമ്മൾ ഈ എടുത്ത് കളഞ്ഞൊരു എഡ്ജില്ലേ, അതിനെയും കൂടെ അങ്ങ് ആഡ് ചെയ്യുന്നു ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് കിട്ടാൻ വേണ്ടി. n1 + n2 എന്താ? n. ഇനി എന്ത് വരും? ഈ ഒരു +1ഉം -1ഉം കൂടെ പോയാൽ ബാക്കി എന്ത് വരും? n-1. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? T1ലെയും T2ലെയും കൂടെ കൂട്ടുന്നതല്ലേ നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത്. അതായത് ഇതും കൂടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ എത്ര ഉണ്ടായിരുന്നു? n1 - 1. ഇവിടോ T2ൽ n2 - 1. പിന്നെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജ് നമ്മൾ ഡിലീറ്റ് ചെയ്ത എഡ്ജ് ഉണ്ടല്ലോ, ഈ ek എന്ന് പറയുന്ന എഡ്ജ്, അതുകൂടെ ആഡ് ചെയ്യുന്നു. അതും എഡ്ജിൽ വരുന്നതല്ലേ. അപ്പം അതൊരു എഡ്ജ്. നമുക്കറിയാം n1 + n2 എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജായ n ആണ്. ഈ +1ഉം ഈ -1ഉം അടിച്ചു പോകുന്നു. പിന്നെ ഈ -1 ഈ +1ഉം അടിച്ചു പോകുന്നു. ബാക്കി ഒരു -1 കണ്ടോ? അപ്പം n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസ് എന്ന് കിട്ടുന്നു. അതാണ് ഈ പ്രൂഫിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഓൾസോ n1 + n2 = n. Now add back the deleted edge
അപ്പോൾ നമുക്ക് n1 - 1 + n2 - 1 പിന്നെ ആ ഡിലീറ്റ് ചെയ്ത എഡ്ജ് 1 ആഡ് ചെയ്യുമ്പോൾ n1 + n2 - 1 - 1 + 1 ഇതിനെ അതോട് മൾട്ടിപ്ലൈ ചെയ്തേക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് n - 1 എഡ്ജസ് എന്ന് കിട്ടും.